ഗുഡ് ഈവനിങ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ടിറ്റ്ബിറ്റ്ഡെലിക്കസീസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നല്ല തിമിർത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ റെക്കോർഡിങ്ങിൽ മഴേൻ്റെ സൗണ്ടും കൂടെ വന്നിട്ടുണ്ടാവും. ഏതായാലും നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മളെ പറഞ്ഞ കാര്യത്തിലോട്ട് പോകാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം ഒന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ ബേക്കറിയിലൊക്കെ സ്വീറ്റ്സിൻ്റെ മുകളിൽ ഇങ്ങനെ തേങ്ങ പൊടിച്ച പോലത്തെ ഒരു ലുക്കിൽ ഇങ്ങനെ അതിൻ്റെ കാണാനായാലും അത് കഴിക്കുമ്പോഴുള്ള ഒരു ക്രഞ്ചിനെസ്സും ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ പൊതുവേ ഇതൊക്കെ ഉണ്ടാക്കുന്നവർ പുറത്തുനിന്ന് വാങ്ങുകയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതേ ഒരു നിറത്തിലും, ആ ഒരു വെള്ള നിറമാണല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ആ നിറത്തിലും അതേപോലെ അതേ ഒരു ടേസ്റ്റിലും ഒക്കെ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ എടുക്കുന്നതിന് മുന്നേ അതൊരു 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ തേങ്ങ ചിരട്ടയിൽ നടത്തി എടുക്കുന്നതായാലും അതിൻ്റെ തൊലി ചെത്തിക്കളയുന്നതായാലും ഒക്കെ ഈസി ആയിരിക്കും. നനവില്ലാണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബ്രൗൺ പാർട്ട് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റ്സിൻ്റെ ഒക്കെ കൂടെ ഇപ്പോൾ ബർഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെള്ള നിറത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രൗൺ പാർട്ട് നമുക്ക് മൊത്തത്തിൽ ചെത്തിക്കളയണം. ഒരു നല്ല കത്തിയോ പീലറോ വെച്ചിട്ട് ഫുള്ളായിട്ട് ചെത്തിക്കളയാം. അപ്പോൾ നമ്മൾ കൈ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങാ വെള്ളത്തിൻ്റെ ഒക്കെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്രൗൺ പൊടി മൊത്തം ഇങ്ങനെ വെള്ളയിൽ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം വെച്ചിട്ട് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കഴുകി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതിനെ പൊടിക്കരുത്. അപ്പോൾ നമ്മൾ കറിക്കൊക്കെ ചെയ്യുന്ന പോലെ ആയിപ്പോവല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജലാംശം മാക്സിമം കളയാൻ വേണ്ടി കിച്ചൺ ടവലിൽ എത്രത്തോളം ഒപ്പി അതിൻ്റെ വെള്ളം കളയാൻ പറ്റുമോ അങ്ങനെ കളയാം. അതിനുശേഷം മിക്സറിലിട്ടിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുക. മിക്സറിലിട്ടൊന്ന് പൊടിയായിട്ട് കിട്ടില്ല. കുറച്ച് തേങ്ങയൊക്കെ സാധാരണ കറിക്കൊക്കെ ചിരയിട്ട പോലെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എന്നാലും പേടിക്കേണ്ട, നമ്മൾ പാനിലിട്ടിട്ട് അതിനെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അത് ഒരു അവലിൻ്റെ മാതിരിയോ അല്ലെങ്കിൽ പിന്നെ അത് പൊടിയായിട്ടും കിട്ടും കേട്ടോ. കറക്റ്റ് നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുന്ന മാതിരി കിട്ടും. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനെ പിന്നെ നമ്മൾ പാനിലോട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അവനിലാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യുക ഇത്, പക്ഷെ പാനിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പൈസ കൊടുത്ത് വെറുതെ പുറത്തുനിന്ന് വാങ്ങിക്കണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പുറം നാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൽ നമ്മൾ കോക്കനട്ട് മിൽക്കൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആക്കി വെച്ചതിന് ശേഷവും പിന്നെ എപ്പോഴെങ്കിലും ചൂടുവെള്ളത്തിൽ മിക്സാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു കറിക്കൊക്കെ തേങ്ങ ഇടാണ്ട് ഇത് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡെസേർട്ട്സിന് മാത്രമല്ല കറികൾക്കൊക്കെ നല്ല യൂസാണ്. ഞാനിത് വെച്ചിട്ടൊരു പുഡിങ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കാർട്ടിലും ഇടാം. നിങ്ങൾ അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ട്രിക്ക് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തേങ്ങ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ ആയതുകൊണ്ട് തന്നെ എനിക്ക് 15 മിനിറ്റിൽ അത് നല്ല കറക്റ്റ് ഒരു കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അത് ഡ്രൈ ആയി ഒരു അവലിൻ്റെ ഒക്കെ മാതിരി ഇരിക്കുന്നു. പിന്നെ പാനിലൊന്നും അതിൻ്റെ ഒന്നും കാണാനില്ല, ഡ്രൈ ആയി എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. പാനിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂർ ഒക്കെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ ആ കളറിലാണ് കാര്യം, തീരെ കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതാ ഫൈനൽ ഇങ്ങനെ ഇരിക്കും. ഇതിനെ അപ്പോൾ തന്നെ പാനിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.